ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് അച്ചുവിന് 2 ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻറ്റ് ഉണ്ട് കേട്ടോ. ആദ്യത്തേത് 10:30-ക്കാണ് ടൈം തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ 10:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പോകുന്ന വഴിക്ക് അച്ഛൻ്റെ അടുത്ത് കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച്. അവിടെ ഒരുപാട് പലഹാരങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയും പരിപ്പുവടയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏട്ടനൊരു സമൂസ എടുത്തു. ഞങ്ങളത് കഴിച്ചിട്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങിയേ. ഓൾറെഡി ഞങ്ങൾ ലേറ്റ് ആണല്ലോ. ആദ്യം പോകാനുള്ളത് ഐ ഫൗണ്ടേഷനിലാണ്. എനിക്ക് തോന്നുന്നു ഇത് ലാസ്റ്റത്തെ ചെക്കപ്പ് ആയിരിക്കുന്നു. അവൻ്റെ കണ്ണിൽ ആ പിമ്പിൾ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലേ. പിന്നെ ഇന്നലെ രാത്രി അച്ചുവിന് നല്ല പനിയും കഫക്കെട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഐ ഫൗണ്ടേഷൻ്റെ നേരെ മുന്നിൽ തന്നെയാണല്ലോ നമ്മൾ കാണിക്കുന്ന സ്റ്റാർ കെയർ ഹോസ്പിറ്റലോ. എന്തായാലും ഒന്ന് പനിയും കൂടെ കാണിച്ചേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ 2 ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നിട്ടോ. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ ഏട്ടനൊരു കോള് വന്നേ. ഏട്ടൻ പറഞ്ഞ് ഞങ്ങളെടുത്ത് വേഗം ഇറങ്ങി രജിസ്റ്റർ ചെയ്തോ, ഞാൻ മെല്ലെ വന്നോളാന്ന്. അപ്പം ഞങ്ങൾ വേഗം പോയിട്ട് രജിസ്റ്ററൊക്കെ ചെയ്ത് ഏട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മുന്നേ 2 പ്രാവശ്യം വന്നോണ്ട് തന്നെ അച്ചുവിന് ഇവിടെ വലിയ പരിചയക്കേടൊന്നുമില്ലേ. പിന്നെ ഇവിടെ എല്ലാവർക്കും അച്ചുവിനെ അറിയാവുന്നതുകൊണ്ട് ആരെങ്കിലുമൊക്കെ വന്ന് അച്ചുവിനെ എടുത്തുകൊണ്ടോ കേട്ടോ. ആ ഏട്ടൻ്റെ അടുത്ത് നിന്ന് അച്ചുവിനെ എടുക്കാൻ വേണ്ടി ആ ചേച്ചി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവൻ അടുക്കുന്നില്ലേ. എന്താ വെച്ചാൽ ആണുങ്ങൾ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവന് പിന്നെ പെണ്ണുങ്ങളെ അടുത്തേക്ക് പോകാൻ ഒരിത്തിരി മടിയാണ്. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് ചേച്ചി കയ്യിൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇവരൊക്കെ വന്ന് എടുക്കാൻ നോക്കിയപ്പോൾ അവൻ പോയിട്ടുണ്ടായിരുന്നേ ഇല്ല. എന്തോ മൂഡ് ഓഫ് ആയിരുന്നല്ലോ. ഇപ്രാവശ്യവും വലിയ കുഴപ്പമില്ലാതെ എല്ലാവരുടെ അടുത്തേക്കും പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏട്ടൻ വരുന്നത് കണ്ടത്. ഏട്ടനെ കണ്ടപ്പം പിന്നെ ഏട്ടൻ്റെ അടുത്തേക്ക് ചാടിക്കയറണല്ലോ അവന്. യുദ്ധത്തിൻ്റെ മുന്നേയുള്ള ശാന്തത പോലെ അവനിങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി എങ്ങോട്ടോ ഇറങ്ങി പോകാനുള്ള പരിപാടിയാണ്. അതേപോലെ തന്നെ ചെക്കൻ ഇറങ്ങിയിട്ടോ. ബാക്കിൽ ഒരു അമ്മ ഇരിക്കുന്നുണ്ട്. ആ അമ്മേനെ നോക്കി നിൽക്കുകയിനി. കുറേ നേരം അവരെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ സ്ഥിരം പോകുന്ന പോലെ തന്നെ മുന്നിലേക്ക് വണ്ടി നോക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ കൈ ബാക്ക് കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം നടക്കുന്നുണ്ടായിരുന്നേ. വരുന്ന ആൾക്കാരൊക്കെ ഇവനെ നോക്കുക കേട്ടോ. ഇവൻ നടക്കുന്നതും പാങ്ങി കളിക്കുന്നതും ഒക്കെ കണ്ടിട്ട്. ഹോസ്പിറ്റലിൽ കുറച്ച് തിരക്കൊക്കെ ഉള്ള ടൈം ആയിരുന്നു കേട്ടോ. കുറേ ആൾക്കാർ അതിലിങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ആരേലും അറിയാതെ അവനെ തട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ചെറിയ കുട്ടിയല്ലേ. പക്ഷേ ഇവനെ പിടിച്ചു വെക്കാൻ നോക്കിയാൽ ഇവൻ നിൽക്കുകയില്ല. അവൻ ആ ഗ്ലാസിൻ്റെ മുന്നിൽ പോയി നിൽക്കണം. ഇതിനിടയ്ക്ക് ഡോക്ടർ റൂമിൽ നിന്ന് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഞാൻ അച്ഛൻ്റെ വഴിയെ നടക്കുകയായതുകൊണ്ട് കേട്ടിട്ടില്ലായിരുന്നു. ഏട്ടൻ ഞങ്ങളെ വന്ന് വിളിച്ചതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് പോയി. ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. 2 ആഴ്ചയും കൂടെ നന്നായിട്ട് ചൂട് വെക്കാൻ പറഞ്ഞു. പിന്നെ വേറെ മരുന്നൊന്നുമില്ല. ഉള്ള മരുന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ ഞങ്ങൾ സ്റ്റാർ കെയറിലേക്ക് പോവുകയാണ്. ശരിക്കും ഐ ഫൗണ്ടേഷന് നേരെ ക്രോസ് ചെയ്ത സ്റ്റാർ കെയർ എത്തി. പക്ഷേ ഞങ്ങൾ വണ്ടിയിലായതുകൊണ്ട് ചുറ്റി പോകണം കേട്ടോ. അവിടെയാണെങ്കിൽ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു. ഇവിടേക്ക് വരുമ്പോൾ ഞാൻ വേഗം റിസപ്ഷനിൽ ഇറങ്ങിയേ. അച്ചു ഏട്ടനും കൂടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് കയറി വരിക ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വേഗം നമുക്ക് ഡോക്ടറെ അടുത്ത് കാണിക്കാമല്ലോ. ഞാൻ അവിടെ എത്തിയപ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഡോക്ടർ അരമണിക്കൂർ കഴിഞ്ഞേ വരുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാനിത് ചോദിച്ച് അച്ചു വന്നതിൻ്റെ ശേഷമായിരുന്നു കേട്ടോ. അച്ചു വരുന്നതിന് മുന്നേ ഞാനിത് ചോദിക്കാൻ വിട്ടുപോയി. ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് കുറച്ച് ലേറ്റായിട്ടൊക്കെ മുകളിലോട്ട് വന്നാൽ മതിയായിരുന്നു. അച്ചു എങ്ങോട്ടാ അറിയാം ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പുറത്തെ സ്റ്റെപ്പ് ഉണ്ട്, അത് കയറാൻ വേണ്ടിയാണ്. ഇവിടെ വന്നാൽ എപ്പോഴും അവൻ അവിടേക്ക് ഓടി കയറുന്ന പരിപാടിയാണ്. ഞങ്ങൾ രണ്ടാളും 2 സൈഡിൽ ഇരുന്നിട്ട് കാല് നീട്ടി വെച്ചതാട്ടോ ഓൻ ഓടി പോകാതെക്കാൻ വേണ്ടിയിട്ട്. ഓരോ ഐഡിയ ഉപയോഗിക്കും കേട്ടോ ചെക്കെ. ഇങ്ങനെ ഞങ്ങളെ പറഞ്ഞ് മയക്കിയിട്ടൊക്കെ കാല് മാറ്റിച്ചിട്ട് ഒറ്റ ഓട്ടാണേ. ചെയറിലൊന്നും ഇരിക്കുന്നേ ഇല്ല. അവന് നിലത്തേ നിന്നൂടുള്ളൂ. തക്കം കിട്ടിയാൽ ഓടിപ്പോകാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്താണ് ഡോക്ടർ വരുന്നത് കണ്ടത്. അപ്പോൾ ഞങ്ങൾ വേഗം ഡോക്ടർ റൂമിൻ്റെ അടുത്തേക്ക് പോയി. ഫസ്റ്റ് ഞങ്ങളായിരുന്നു കേട്ടോ. അതുകൊണ്ട് വേഗം കയറാൻ പറ്റി. ഇതാണ് കേട്ടോ അച്ചുവിൻ്റെ ഡോക്ടർ ഹബീബ് സാറ്. ഞങ്ങൾ ഒരു 4 മാസം അവന് പ്രായമായ മുതലേ ഇവിടെ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിൻ്റെ മുന്നേ അച്ചുവിനെ പ്രൈവറ്റായിട്ടും ഗവൺമെൻറ് ആയിട്ടും ഒക്കെ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ അവരൊന്നും എനിക്ക് അങ്ങോട്ട് സെറ്റായിട്ടുണ്ടായിരുന്നില്ല. ആ ഡോക്ടേഴ്സൊക്കെ മോശക്കാരാണ് നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അവരൊക്കെ നല്ല ഡോക്ടേഴ്സ് തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് അവരൊന്നും അത്ര കംഫർട്ടായി തോന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല. നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്തേക്ക് പോകുമ്പോൾ ആ ഡോക്ടർ ഭയങ്കര സീരിയസ് ആയി ഭയങ്കര ഒഫീഷ്യലായിട്ട് നമ്മളടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് അത്ര ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഈ ഡോക്ടറെ അടുത്ത് പോയ സമയത്ത് ഡോക്ടർ നമ്മളടുത്ത് നല്ല ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ഇങ്ങോട്ട് പറഞ്ഞു തരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
പിന്നെ അച്ചുവിന് ഏകദേശം 4 മാസം ആയപ്പോഴാണ് കാണിക്കാൻ ആദ്യമായിട്ട് അവിടെ പോയെന്ന് പറഞ്ഞല്ലോ. അപ്പം എനിക്കും ഡെലിവറി കഴിഞ്ഞ് 4 മാസം ടൈം ആണല്ലോ ആ സമയത്ത്. അപ്പോഴൊക്കെ എൻ്റെ തലയിൽ ശരിക്കും ഹോർമോൺസ് എണീറ്റ് നിന്ന് ഡാൻസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. വലിയ ടെൻഷനും ഒരുപാട് സംശയങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ ആ ടൈമിൽ എനിക്ക്. അപ്പോൾ ഇതൊക്കെ ഞാൻ ആരോടാ ചോദിക്കും, ഒന്നും എനിക്കറിയില്ല. ഇനി അച്ചുവിൻ്റെ കാര്യത്തിൽ ഇനി വലിയ സംശയം, അവനൊന്ന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് എങ്ങനെ അതൊക്കെ എനിക്ക് അറിയണേനി. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ചോദിക്കും. അപ്പോൾ ഡോക്ടർ അതിന് കറക്റ്റായിട്ട് മറുപടി എനിക്ക് തരും. ഇപ്പോൾ ഇതൊക്കെ ഡോക്ടർക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ആ ടൈമിൽ എനിക്ക് ഒരു സമാധാനമായിരുന്നു കേട്ടോ ഡോക്ടർ ഇങ്ങോട്ട് സംസാരിക്കുന്നത്. പിന്നെ അച്ചുവിനെയും ഡോക്ടർ നന്നായിട്ടായിരുന്നു കേട്ടോ ഡീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. ഇപ്പം തന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അവനോട് സംസാരിച്ച് അവൻ്റെ കൂടെ കളിച്ചിട്ടൊക്കെയാണ് ഡോക്ടർ അവനെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. മക്കളെ ഏത് ഡോക്ടറെ കാണിക്കുന്ന കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും പാരൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ ഈ ഡോക്ടർ. നമ്മുടെ ബൈപ്പാസിലെ സ്റ്റാർ കെയർ ഹോസ്പിറ്റലാണ് ഡോക്ടറെ സിറ്റിംഗ് വരുന്നത്. ദെൻ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണേ. ഞങ്ങൾ വണ്ടീൻ്റെ അടുത്തേക്ക് പോകില്ല, ഏട്ടൻ പാർക്കിങ് പോയിട്ട് വണ്ടി എടുക്കുക ചെയ്യുക. ഞങ്ങളിവിടെ താഴെ നിൽക്കും. ആ സമയത്താണ് ഒരു അമ്മേനെ കണ്ടോ ആ മെറൂൺ കളർ സാരി. ഇവിടെ ഏട്ടൻ്റെ അമ്മയ്ക്ക് അതേപോലെ തന്നെ ഒരു സാരി ഉണ്ട്. അപ്പം ഞാൻ അമ്മേനെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് ഈ വീഡിയോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ട് എത്തിയപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. നമ്മളിപ്പോൾ എന്തിനാ ആശുപത്രിയിൽ പോയത്? അച്ചുവിനെ കാണിക്കാനല്ലേ. അവനെ കാണിച്ച് ആ പ്രിസ്ക്രിപ്ഷൻ വാങ്ങാതെയാണ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വണ്ടി തിരിച്ച് അങ്ങോട്ട് തന്നെ പോവുകയാണ് അത് വാങ്ങാൻ വേണ്ടിയിട്ട്. അവിടുന്ന് ഡോക്ടറെ അടുത്ത് നല്ല പ്രിസ്ക്രിപ്ഷൻ കിട്ടുക, നമ്മൾ ഫാർമസിയിൽ പോയിട്ട് വാങ്ങുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാട്ടോ ഞങ്ങൾ അടുത്തുനിന്ന് വിട്ടുപോയത്. പിന്നെ ഞാൻ വാങ്ങിയിട്ട് തിരിച്ചു പോവുകയാണ്. കുന്നമംഗലം എത്തിയപ്പോൾ ഞങ്ങളെപ്പോഴും പലഹാരം വാങ്ങുന്ന ആ കടയില്ലേ, അവിടെ കയറിയിട്ട് കുറച്ച് പലഹാരം വാങ്ങാമെന്ന് വിചാരിച്ച് ഞാനത് വാങ്ങി വരുമ്പോഴത്തേക്ക് ഏട്ടൻ കോഴിമുട്ടയും കാടമുട്ടയൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അച്ചുവിന് ഇഷ്ടമാണ് കേട്ടോ ഈ മുട്ടകളൊക്കെ, അവൻ നന്നായിട്ട് കഴിക്കും. പക്ഷേ പുഴുങ്ങിയത് അവൻ അത്ര ഇഷ്ടമല്ലേ. അവനിങ്ങനെ ഉപ്പേരി പോലെ ആക്കിയിട്ടും പിന്നെ ചോറിൻ്റെ കൂടെ ഓംലേറ്റ് അടിച്ചിട്ടും പിന്നെ പാൻ കേക്കൊക്കെ ഉണ്ടാക്കും മുട്ട കൊണ്ട്, അങ്ങനെയൊക്കെയാണ് അവൻ കഴിക്കാറ്. അതൊക്കെ ആകുമ്പോൾ നന്നായിട്ട് കഴിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അച്ഛൻ്റെ പീടിയേൻ്റെ അടുത്തുള്ള കടയിൽ നിന്നാണ് കേട്ടോ ഞങ്ങളിപ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങാറുള്ളത്. പച്ചക്കറിയൊക്കെ എടുക്കുമ്പോൾ ഞാൻ നന്നായിട്ട് നോക്കുക എന്തേലും കേടുണ്ടോയെന്നൊക്കെ. ഓരോന്നോരോന്നായിട്ടൊക്കെ ആട്ടോ ഞാൻ സെലക്ട് ചെയ്തെടുക്കുക. ഞാനിങ്ങനെ പച്ചക്കറിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഇത്ത എന്തൊക്കെയോ വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് പണിയെടുക്കുന്നുണ്ടായിരുന്നേ. അപ്പം ഞാൻ ഇത്തേൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങളിങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങളിങ്ങനത്തെ സമയത്തൊക്കെ ഞങ്ങളെ വീഡിയോസും കൂടെ ഒന്ന് കാണുകയൊക്കെ ചെയ്യണേന്ന്. അപ്പം തന്നെ ഇത്ത ചാനലൊക്കെ നോക്കിയിട്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടോ. വീട്ടിലുള്ളപ്പോൾ ഏട്ടൻ ഇത് തന്നെയാണ് കേട്ടോ മെയിൻ പരിപാടി. അച്ചുവിൻ്റെ വണ്ടി പൊളിക്കുക, എന്നിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങളൊക്കെ നടത്തുക, എന്നിട്ട് അത് പിന്നെയും ഫിറ്റ് ചെയ്യുക. അങ്ങനെ കുറേ പ്രാവശ്യം ഈ വണ്ടി ഏട്ടൻ്റെതായ രീതിയിൽ പൊളിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതാ അതിൻ്റെ സ്പീക്കർ എടുത്ത് കളഞ്ഞിട്ട് വലിയ സ്പീക്കർ അതിൻ്റെ അകത്ത് കൊണ്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റോഡുമ്മ കൂടെയൊക്കെ പോകുമ്പോൾ വലിയ സൗണ്ടിൽ തന്നെ കാത്തുമൊക്കെ വെച്ചിട്ടായിരിക്കും ഇവർ പോവുക. നാട്ടുകാർക്കൊക്കെ അറിയാം വണ്ടിയും കൊണ്ട് വരികയാണെന്ന്. അച്ചു ഈ സമയത്ത് ഉറങ്ങായിരുന്നു കേട്ടോ. പണി കഴിയാറായപ്പോഴാണ് എണീറ്റ്, അല്ലെങ്കിൽ ഈ പണിയിൽ മൊത്തം സഹായിയായിട്ട് അവനും കൂടെ ഉണ്ടാവുമായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.